എല്ലാവർക്കും വന്ദനം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു ജീവിതത്തിനായി വിളിക്കപ്പെട്ട ഓരോ ദൈവമക്കളുമാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെയും തട്ടി ഉണർത്തി കേൾക്കേണ്ട വചനങ്ങൾ മാത്രം കേൾപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ യാദൃച്ഛികമായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതല്ല. നിങ്ങൾക്ക് വേണ്ട ആലോചന എന്താണെന്ന് കർത്താവിന് അറിയാം. അത് വേണ്ടവർക്കെല്ലാം കർത്താവ് അത് കാണാനും പ്രാപിക്കാനുള്ള അവസരങ്ങൾ തരുന്നതാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. അതായത് നമ്മെ കർത്താവിൻ്റെ വചനം ഒന്നാക്കി മാറ്റി, പലരായ നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റിയ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണല്ലേ. ആകയാൽ ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങളിൽ അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാം. വചനം മാറില്ല. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും മാറും, എന്നാൽ എൻ്റെ വചനങ്ങളോ ഒരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകില്ല. അതുകൊണ്ട് നമുക്ക് മുറുകെ പിടിക്കാനുള്ളത് വചനമാണ്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം നമ്മുടെ ജീവിതത്തെ സ്ഥിരതയുള്ളതും നിലനിൽക്കുന്നതും ഉറപ്പുള്ളതും വളർച്ചയുള്ളതുമാക്കി മാറ്റും, ബലമുള്ളതാക്കി മാറ്റും, കൃപയുള്ളതാക്കി മാറ്റും. അതുകൊണ്ട് ദൈവവചനത്തെ എല്ലാറ്റിനേക്കാൾ ഉപരി മുറുകെ പിടിക്കാൻ കർത്താവ് കൃപ തരട്ടെ. ഇന്നത്തെ ആരാധനയിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ചേർന്ന് പാടി യേശുവിനെ നമുക്ക് ആരാധിക്കാം. കരുണാമയനേ, കരുണാമയനേ, ക്രൂശിലെനിക്കായി മരിച്ചവനേ, നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണമേ. കരുണാമയനേ, കരുണാമയനേ, ക്രൂശിലെനിക്കായി മരിച്ചവനേ, നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണമേ. നിന്ദയ എന്നും ജീവനാണേ, എൻ ഭയമെല്ലാം മാഞ്ഞു പോയേ. എന്നെ വിളിച്ചവനേ യേശുവേ, കരുണാമയനേ, യേശുവേ, കരുണാമയനേ, കരുണാമയനേ, യേശുവേ, നീ എൻ്റെ ഉപനിധിയേ, എന്നെ അനിന്യനായി കാത്തിടുന്ന നിൻ സ്നേഹമൊരു ദിവ്യജ്വാലയാണ്. കരുണാമയനേ, കരുണാമയനേ, യേശുവേ, നീ എൻ്റെ ഉപനിധിയേ, എന്നെ അനിന്യനായി കാത്തിടുന്ന നിൻ സ്നേഹമൊരു ദിവ്യജ്വാലയാണ്. നിന്നെ അനുഗമിച്ച ഞാൻ മരിച്ചാലും ജീവിക്കുമേ. മരണത്തെ ജയിച്ചവനേ യേശുവേ, കരുണാമയനേ, യേശുവേ, കരുണാമയനേ, കരുണാമയനേ, കരുണാമയനേ,
മരിച്ചാലും ജീവിക്കുമേ. അങ്ങേ അനുഗമിച്ച ഞാൻ മരിച്ചാലും ജീവിക്കുമേ. മരണത്തെ ജയിച്ചവനേ യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാക്യം വായിച്ച് ചിന്തിച്ച് തുടങ്ങിയത് ഇതാണ്: വേദനകളെയെല്ലാം അനുഗ്രഹമാക്കി മാറ്റുക. എല്ലാ വേദനകളും അനുഗ്രഹമാക്കി മാറ്റണ്ട, ദൈവം അനുവദിക്കുന്ന വേദനകൾ. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ, ദൈവം അനുവദിക്കാത്ത ചില വേദനകൾ പിശാച് കൊണ്ടുവരും. അതിനെ നമ്മൾ ശാസിച്ച് പുറത്താക്കണം. അത് നമുക്കുള്ളതല്ല. അതിനോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പ്രവർത്തികളോട് എതിർത്ത് നിൽക്കണം. പിശാച് കൊണ്ടുവരുന്ന ഓരോ പ്രവർത്തികളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം. അവൻ നമ്മിൽ കൊണ്ടുവരുന്ന ചില സംഭവങ്ങളുണ്ട്: അറുക്കുക, മുടിക്കുക, കൊല്ലുക. നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ പിശാച് കൊണ്ടുവരുന്ന എല്ലാറ്റിനെയും വിവേചിച്ച് തിരിച്ചറിഞ്ഞ് അതിനോട് എതിർക്കണം. പാപത്തോട് നമ്മൾ എതിർക്കണം, രോഗത്തോട് നാം എതിർക്കണം, ശാപത്തോട് നാം എതിർക്കണം. അത് ദൈവഹിതമാണ്. ശാപം നമുക്കുള്ളതല്ല, രോഗം നമുക്കുള്ളതല്ല, പാപം നമുക്കുള്ളതല്ല. ഇത് ഒന്നും നമ്മെ ബാധിക്കാൻ പാടില്ല എന്ന് കർത്താവായ യേശുവിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതിനെ നമ്മൾ പ്രാണത്യാഗത്തോടെ എതിർക്കണം. പാപം കയറരുത്, ശാപം അടുക്കരുത്. നമ്മുടെ വീട് അനുഗ്രഹത്തിൻ്റെ വീടായിരിക്കണം. നമ്മുടെ ശരീരം സൗഖ്യമുള്ള ശരീരമായിരിക്കണം. ദാരിദ്ര്യം അത് ശാപത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അതിനോട് എതിർക്കണം. ഇല്ല, എൻ്റെ വീട് യേശുക്രിസ്തുവിൻ്റെ ഭവനമാണ്. സ്വർഗത്തിൻ്റെ ഒരു പതിപ്പായിരിക്കണം നമ്മുടെ വീട്. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗത്തിൽ സമ്പന്നതയാണ്, സ്വർഗത്തിൽ സമൃദ്ധിയുണ്ട്. ഈ വെളിപ്പാടില്ലാത്തവർ പറയും എല്ലാം ദൈവഹിതമാണ്. അല്ല. വേദപുസ്തകവുമായി പരിചയമുണ്ടാകുമ്പോൾ നമുക്കിതിനെ വിവേചിച്ച് മനസ്സിലാക്കി നന്മയെ സ്വീകരിക്കാനും തിന്മയെ തള്ളുവാനും നമുക്ക് പ്രാപ്തി ഉണ്ടാകും. തിന്മയെ തള്ളി നന്മ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രായത്തിലേക്ക് നാം വളർന്നു വരണം. ശിശുവായിരിക്കുന്നിടത്തോളം മക്കളായതുകൊണ്ട് വലിയ പ്രയോജനമില്ല. എന്നാൽ ആ ശിശുത്വം വിട്ട് പ്രായത്തിൻ്റെ സമ്പൂർണതയിലേക്ക് വേദപുസ്തകം നമ്മെ വളർത്തിയെടുക്കും. അതുകൊണ്ട് നാം വേദപുസ്തകത്തെ നന്നായി മനസ്സിലാക്കണമെന്ന് കർത്താവിൻ്റെ ഹിതമാണ്. നമ്മൾ ഇന്നലെ വായിച്ച വാക്യം റോമർ 5:3 അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെ ഉണ്ടാക്കുന്നു, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. വലിയ പ്രത്യാശയാണ് വിശ്വാസം. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ വേദനകൾ, കഷ്ടതകൾ നമ്മെ വലിയ പ്രത്യാശയിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. പ്രശ്നങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആത്മാവിൽ ജ്വലിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്.
പ്രശ്നങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് പിശാചിൽ നിന്നാണ്. ദൈവം അനുവദിക്കുന്ന വേദനകളെ ജയിക്കുവാനുള്ള ശേഷിയും ദൈവം തരും. എന്നാൽ ഇതിനെ തിരിച്ചറിഞ്ഞു വേണം ഒരു ദൈവ പൈതൽ കൈകാര്യം ചെയ്യാൻ. പിശാച് കൊണ്ടുവരുന്ന കുറേ വേദനകൾ ദൈവഹിതമാണെന്ന് പറഞ്ഞിരുന്നാൽ അത് നമ്മെ ഓരോ ദിവസവും നിരാശയിലേക്കും പിന്മാറ്റത്തിലേക്കും വലിച്ചു കൊണ്ടുപോകും. എന്നാൽ ഇയ്യോബ് തളരുന്നില്ല. എന്താ കാരണം? അത് ദൈവത്തിൽ നിന്ന് വന്ന കഷ്ടതയാണ്, ദൈവം അനുവദിച്ചതാണ്. ജോസഫ് ക്ഷീണിക്കുന്നില്ല, അത് ദൈവത്തിൽ നിന്നുള്ള കഷ്ടതയാണ്. അവനെങ്ങും തളരുന്നില്ല. ദാവീദിനുള്ള കഷ്ടതകളിൽ ദാവീദ് എങ്ങും തളരുന്നില്ല. അവൻ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്, ദൈവത്തിൽ ധൈര്യപ്പെടുകയാണ്. എന്താ കാരണം? ദൈവം അനുവദിച്ച കഷ്ടതകൾ ദൈവം അതിനുള്ള ബലവും കൃപയും അതിജീവിക്കാൻ കൂടി കൊടുക്കും. എന്നാൽ പിശാച് കൊണ്ടുവരുന്നത് അത് അവനെ തകർത്ത് കളയും. അപ്പം അതിലേക്ക് നാം പോകരുത്. പിശാച് കൊണ്ടുവരുന്നതിനെ തിരിച്ചറിഞ്ഞ് അതിനോട് നാം യുദ്ധം ചെയ്യണം, ആത്മാവിൽ പോരാടണം. അപ്പോൾ കഷ്ടത സഹിഷ്ണുതയെ കൊണ്ടുവരുന്നു, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ കഷ്ടതയിലും പ്രശംസിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കഷ്ടതകൾ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, അത് ദൈവം അനുവദിച്ചതാണ്. ആ ദുഃഖം ഞങ്ങൾക്ക് തിന്മയ്ക്കല്ല. അപ്പൊ ദൈവഹിതപ്രകാരമുള്ള നിന്ദകൾ, ഒരു വലിയ നിന്ദ വന്നപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, ഇത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ പുതുവീഞ്ഞല്ല, കള്ളുകുടിയന്മാർ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ, ഇത് പരിശുദ്ധാത്മാവ് യോവേൽ മുഖാന്തരം പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ഒരു വലിയ ശക്തിയേറിയ പ്രസംഗം പറഞ്ഞു. ആ വേദന 3000 പേരുടെ രക്ഷയ്ക്കും സ്നാനത്തിനും സഭയുടെ ഉളവാകലിനും കാരണമായി മാറി. ഏത്? ഒരു നിന്ന. പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേക്കാൻ കാരണം ഒരു നിന്നയാണ്. ഒരു നിന്ന വന്നില്ലെങ്കിലോ എല്ലാവരും വാനോളം പുകഴ്ത്തിയാൽ പത്രോസ് എഴുന്നേക്കില്ല. എല്ലാവരും പറയുകയാണ്, നിങ്ങൾ ഭയങ്കരമാണ് കേട്ടോ, എല്ലാവരും പുതിയ ഭാഷ പറയുന്നു, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളെല്ലാം എന്തോ തീയുള്ളവരാണ്, നിങ്ങൾ എന്തൊരു അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇതൊന്നും നമ്മെ എഴുന്നേൽപ്പിക്കില്ല. എന്നാൽ ഒരു വലിയ നിന്ന അവിടെ അവരെ അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്, അവരുടെ അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിക്കുകയാണ്. ഹന്ന എന്ന സ്ത്രീ ശക്തിയേറിയ ഒരു പ്രാർത്ഥന വീരയായി ഒരു ശമൂവേലിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥന കാഴ്ചവെച്ചത് എവിടെയാണ്? അതിശക്തമായ ഒരു വേദനയുടെ നടുവിലാണ്. പെനീന നിരന്തരം അവളെ വേദനിപ്പിച്ചു. ആ വേദന ഹന്നയ്ക്ക് ഉപകാരമായി തീർന്നു. അപ്പോൾ വേദനകൾ ദൈവത്തിൻ്റെ പദ്ധതിക്കാർക്ക് ഇതെല്ലാം ആഘോഷമായി മാറും. യഹോശാഫാത്ത് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരുവനാണ്. അവന് വന്ന യുദ്ധം അവൻ അതിനെ ആരാധനക്കാരെ മുൻപിൽ നിർത്തി അത്ഭുതമാക്കി മാറ്റി. 3 രാജ്യം തമ്മിലടിച്ച് ചത്തു. ഇവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, ഇവർക്ക് കൊള്ളയിടേണ്ടി മാത്രമേ വന്നു. കൊള്ളയിട്ട് തീർന്നില്ല. അത്രയും കൊള്ള മുതൽ അവർക്കുണ്ടായി. കാരണം എന്താണ്? ദൈവഹിതപ്രകാരം ജീവിക്കുന്ന യഹോശാഫാത്തിനെ അപ്രതീക്ഷിതമായി വന്ന അനർത്ഥം അത് ദൈവം അനുഗ്രഹമാക്കി മാറ്റിയ ചരിത്രമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. നമുക്കറിയാം ജോസഫിൻ്റെ ചരിത്രം. ആ വേദനകളെല്ലാം അവനെ ഉയർന്ന തലത്തിലെത്തിച്ചു, ആ കുടുംബത്തിന് നന്മയാക്കി മാറ്റി. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന അഗ്നിശോധനയിൽ, പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന പിശാചിൻ്റെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ പരീക്ഷകളിലൂടെ നാം കടന്നു പോകണം. പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ പെടരുത്. ദൈവം അനുവദിക്കുന്ന എല്ലാ പരീക്ഷകളും അത് നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. നമ്മുടെ വിശ്വാസത്തിനാണ് പരീക്ഷ, നമുക്കല്ല പരീക്ഷ. നമ്മിലുള്ള വിശ്വാസം പരിശോധിക്കപ്പെടും. അതാണ് ഉൽപ്പത്തി പുസ്തകം 22 അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ അബ്രഹാമിന് പരിശോധനയുണ്ടായി.
ആ പരിശോധന അവനെ ഇരട്ടി അനുഗ്രഹമുള്ളവനാക്കി, ഐശ്വര്യമായ അനുഗ്രഹമുള്ളവനാക്കി മാറ്റിയതാണ് 22:17-18. നിന്റെ മകനെ തരാൻ പോലും നീ മടിച്ചില്ല. അത് പിശാച് കൊണ്ടുവന്ന പരീക്ഷയാണോ? അല്ല. പിശാച് കൊണ്ടുവന്നതാണെങ്കിൽ അതിനെ ശാസിച്ച് മകനെ യാഗം കഴിക്കാതിരിക്കണം. പിശാച് കൊണ്ടുവരുന്ന പരീക്ഷകൾ, പിശാച് എടുപ്പിക്കുന്ന തീരുമാനങ്ങളെല്ലാം പരാജയങ്ങളായി മാറും. അബ്രഹാമിന് വന്ന പരീക്ഷ ദൈവത്തിൽ നിന്നാണ്. ആ പരീക്ഷ അവൻ 100-100 മാർക്കോടെ പാസ്സായി. പരീക്ഷയോടൊപ്പം നീക്കുപോക്കും ദൈവം വെക്കും. എന്നാൽ ഇബ്താഹ് യുദ്ധത്തിന് പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ആരെയാണ് അവരെ ഞാൻ ദൈവത്തിന് യാഗം കഴിക്കും. ഏക മകളാണ് ഈ ഇബ്താഹ് യുദ്ധം കഴിഞ്ഞ് ചെന്നപ്പോൾ ഓടിച്ചെന്നത്. അവളെ യാഗം കഴിക്കേണ്ടി വന്നു. അത് ദൈവഹിതമല്ല. തെറ്റായ തീരുമാനങ്ങളും പിശാചിൽ നിന്ന് എടുക്കുന്ന ചില പദ്ധതികളും. ഇബ്താഹ് അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല യുദ്ധം ജയിച്ചത്. ഇബ്താഹിനെ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തത് കൊണ്ടാണ് അവൻ യുദ്ധം ജയിച്ചത്. അപ്പോൾ അബദ്ധമായ കാര്യങ്ങൾ, പിശാചിൻ്റെതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിച്ചു കയറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ നാം കെടുത്തരുത്. ഇബ്താഹ് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ജീവിതത്തിൽ വരുന്ന ദൈവികമായ വേദനകൾ നമ്മുടെ ജീവിതത്തെ അത്ഭുതങ്ങളാക്കി മാറ്റും. അതാണ് നമ്മളിവിടെ വായിച്ചത്. റോമർ 12:13. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക, അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ കഷ്ടതയിൽ എന്ത് ചെയ്യണം? സഹിഷ്ണുത കാണിക്കുക. അതായത് ആ കഷ്ടതയെ നാം നേരിടുക, ആ കഷ്ടതയിലൂടെ കയറി ഇറങ്ങി അതിനെ ഓവർകം ചെയ്യുക. അതാണ് സഹിഷ്ണുത കാണിക്കുക എന്ന് പറഞ്ഞാൽ. ആ കഷ്ടതയിൽ സ്തോത്രം പറയുക. ഇത് ദൈവം അനുവദിച്ചതാണ്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇതിലൂടെ ഞാൻ എന്തോ ആയിത്തീരാൻ പോവുകയാണ്, ഈ കഷ്ടതയ്ക്ക് ശേഷം ദൈവം എന്നെ എന്തോ ആക്കി തീർക്കുകയാണ്. ജോസഫിനെ ആക്കി തീർത്തതുപോലെ ദാനിയേലിന്റെ സിംഹക്കൂട് മാറിപ്പോയില്ല. ദൈവം അവിടെ മിണ്ടാതിരുന്നു. മേശക് ശദ്രക് അബേദ്നെഗോവിന്റെ തീച്ചൂള മാറിപ്പോയില്ല. ദൈവം അവിടെ മൗനമായിരുന്നു. എന്താണ്? അതിലൂടെ കയറ്റി ഇറക്കി സ്ഥാനമാനങ്ങളുള്ളവരാക്കി ദൈവം അവരെ മാറ്റാനാണ്. ഗുഹയിൽ നിന്ന് പുറത്തു വന്ന ദാനിയേൽ ഉന്നതനായി മാറി, അംഗീകാരമുള്ളവനായി മാറി. അവന് വിരോധമായ എതിരാളികളെല്ലാം ഇല്ലാതെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വീഴത്തക്ക രീതിയിൽ ദൈവം കാര്യങ്ങളെ മാറ്റിമറിച്ചു. മേശക്ക്, ശദ്രക്ക്, അബേദ്നെഗോ ഇവർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു? പ്രമോഷനുകൾ കൊടുത്തു. അപ്പോൾ ഈ വേദനകളിൽ ദൈവം മൗനമായി ഇരിക്കുമ്പോൾ നാം ദൈവത്തെ പരാതിയായി ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലരുത്. കർത്താവ് എന്താണ് മിണ്ടാതിരിക്കുന്നത്? കർത്താവ് മൗനമായിരിക്കും. കർത്താവ് ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല. നേരത്തെ മേശക് ശദ്രക് അബേദ്നെഗോവിനോട് പറഞ്ഞില്ല, കുഞ്ഞെ നാലാമൻ അവിടെ വരും, അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് ഒന്നിനെ നമസ്കരിക്കാതെ നെഞ്ച് നെറ്റി ഉയർത്തി നിന്നോ എന്ന് ദൈവം പറഞ്ഞില്ല. അതവരുടെ വിശ്വാസമാണ്. ഈ ദൈവം വിടുവിക്കുമെങ്കിൽ വിടുവിക്കും, വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളുടെ ദൈവം നല്ല ദൈവമാണ്, ഞങ്ങളുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, ഞങ്ങളുടെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. ഈ 3 എബ്രായ ബാലന്മാർക്കറിയാം, ഞങ്ങളുടെ ദൈവം ചെങ്കടലിനെ രണ്ടാക്കിയ ദൈവമാണ്. ഞങ്ങളുടെ ദൈവം പാറയിൽ നിന്ന്, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത ദൈവമാണ്. ആ ദൈവത്തിന് തീച്ചൂളയിൽ നിന്ന് വിടുവിക്കാൻ കഴിയും. ഇനി അഥവാ ദൈവം ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന് താല്പര്യമില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ 3 പേര് മരിച്ചാലും ഞങ്ങൾ പറുദീസയിലേക്ക് പോകും. അന്നുള്ള വിശുദ്ധന്മാർക്ക് നല്ല ഉറപ്പാണ്, മരിക്കുന്നത് ഞങ്ങൾക്ക് ലാഭമാണ്. അതുകൊണ്ടാണ് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഭവനത്തിനായി അവർ കാത്തിരുന്നു. അവർക്ക് അതൊരു പേടിയല്ലായിരുന്നെന്ന്. അതുകൊണ്ട് അവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു. ദാനിയേലിനോട് 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദാനിയേലിനോട് ദൈവം പറഞ്ഞു, കുഞ്ഞെ യെരുശലേമിന് നേരെ കതക് തുറന്നിട്ടോ,
എതിരാളികൾ വന്ന് കേട്ട് കഴിയുമ്പോൾ, അവർ നിന്നെ പിടിച്ച് ഗുഹയിലിടുമ്പോൾ പേടിക്കണ്ട, സിംഹത്തിന്റെ വായ അടക്കുന്ന ഒരു ദൂതനെ തലേ ദിവസം അവിടെ വിടുമെന്ന് ദൈവം പറഞ്ഞില്ല. എന്തുകൊണ്ട് ദൈവം പറയുന്നില്ല? അതിന്റെ അർത്ഥം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം. ഓരോ പരിശോധനകളുടെ നടുവിലും നമ്മുടെ വിശ്വാസത്തെ പുറത്തെടുക്കുവാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരങ്ങളാണത്. നമ്മിലുള്ള വിശ്വാസത്തെ പുറത്തെടുക്കുന്ന എപ്പോഴാണ്? നമ്മുടെ മുൻപിൽ വരുന്ന അസാധ്യതകളുടെ നടുവിലാണ്. അതുകൊണ്ടാണ് സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയാകും. കാരണം നീ സെരുബാബേലിന്റെ മുൻപിൽ നിലനിൽക്കില്ല. അവൻ സൈന്യത്താൽ അല്ല, ശക്തിയാലുമല്ല അവൻ മുന്നേറുന്നത്, എൻ്റെ ആത്മാവിലാണ്. അതിൻ്റെ അർത്ഥം, എൻ്റെ ആത്മാവിൽ നിറഞ്ഞ് വിശ്വസിച്ച് അവൻ മലകളെ മാറ്റും. കൃപ കൃപ എന്ന ആർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും. സെഖരിയാവ് 4:6 മുതലുള്ള ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. സർവ്വഭൂമിയിൽ ഊടാടിച്ചെല്ലുന്ന ദൈവത്തിൻ്റെ 7 കണ്ണുകൾ സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അതിൻ്റെ അർത്ഥം, അവൻ തുടങ്ങിയാൽ അവൻ പൂർത്തിയാക്കും. സെരുബാബേൽ എന്ത് തുടങ്ങി വച്ചാലും ചെറിയ തുടക്കമായിരിക്കും, എന്നാൽ വലിയ പൂർത്തീകരണമായിരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. അതിനിടയിൽ വരുന്ന മഹാപർവ്വതങ്ങളുണ്ടാകും. ചെറിയ തുടക്കത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ മഹാപർവ്വതങ്ങൾ വന്നാലും പേടിക്കണ്ട, അതിനെ സമഭൂമിയാക്കി മാറ്റി ആ പർവ്വതം തന്നെ, ആ പർവ്വതത്തിലെ കല്ലുകൾ അടിച്ച് ഷെയ്പ്പാക്കി അത് ആലയമാക്കി മാറ്റും. സെരുബാബേലിന്റെ മുമ്പിൽ ഒരു മഹാപർവ്വതം വന്നാൽ ആ പർവ്വതം തന്നെ ഒരാലയത്തിൻ്റെ ഉപകരണങ്ങളാക്കി ആ പർവ്വതത്തെ അവൻ ഉപയോഗിക്കും. അതായത് ജീവിതത്തിൽ വന്ന വേദനകളെ അത്ഭുത സാക്ഷ്യങ്ങളാക്കി നാം പിന്നത്തേതിൽ മാറ്റും. നമുക്ക് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച അഗ്നി പരിശോധനകളെ നാം എന്താക്കി മാറ്റി? നമ്മുടെ അത്ഭുത സാക്ഷ്യങ്ങളാക്കി മാറ്റിയില്ലേ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന ഓരോ ദൈവദാസന്മാരും പ്രൈസ് ജനറേഷൻ ചർച്ചിൽ സൺഡേ സർവീസിൽ പറഞ്ഞ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടോ? ഒന്നുമില്ലാത്തവരായിരുന്നു. ആ ഒന്നുമില്ലായ്മകളെ എല്ലാം അവർ കൃപയാക്കി മാറ്റി, ജയമാക്കി മാറ്റി. ശൂന്യതകളെ അത്ഭുതങ്ങളാക്കി മാറ്റി, ദാരിദ്ര്യത്തെ സമ്പന്നമാക്കി മാറ്റി. വേദനകളെ നിങ്ങൾ അനുഗ്രഹമാക്കി മാറ്റണമെന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. ദൈവം നമുക്കൊരു വലിയ ഹോംവർക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുൻപിലുള്ള അഗ്നി പരിശോധനകളിൽ അപൂർവ കാര്യം വന്നാലും പേടിക്കരുത്. ദൈവത്തിന് എന്തോ ഇതിലൂടെ ചെയ്തെടുക്കാനുണ്ട്. കർത്താവ് ഇതിലൂടെ എന്തോ വലിയ പ്രവൃത്തി ചെയ്യും. വിശ്വസിക്കുക, കർത്താവിൽ അടിയുറച്ച് ആശ്രയിക്കുക. വലിയ പ്രത്യാശയോടെ നമുക്ക് നിൽക്കാം, പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ വചനങ്ങൾ കേട്ട എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. വേദനകളെ വിവേചിച്ചറിഞ്ഞ് പിശാച് കൊണ്ടുവരുന്നതിനെ ശാസിക്കുവാനും ദൈവം അനുവദിക്കുന്നതിലൂടെ കയറിയിറങ്ങി ജയാളികളാകാനും പരിശുദ്ധാത്മാവെ ഓരോ വ്യക്തികളെ സഹായിക്കണം. ഈ മക്കൾ ഇന്ന് കടന്നു പോകുന്ന ആര് സഹായിക്കാനില്ലാത്ത ഭയങ്കരമെന്ന് തോന്നുന്ന ചില വിഷമങ്ങളിൽ ഇവരുടെ അഭിഷേകത്തെ പുറത്തെടുക്കുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ. സെരുബാബേലിന്റെ മുൻപിൽ വന്ന മഹാപർവ്വതത്തെ ഒരാലയം പണിക്ക് വേണ്ട സാമഗ്രിയാക്കി മാറ്റിയതുപോലെ ആണിക്കല്ല് കൃപ കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റിയതുപോലെ ഇന്ന് ഇവർ അഭിമുഖീകരിക്കുന്ന വിഷയത്തിനകത്തു നിന്ന് തന്നെ ഇവർ കുറേ നന്മകളെ പുറത്തു കൊണ്ടുവരട്ടെ. ഇവരുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവോളം വരുന്ന എല്ലാ വേദനകളെയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അനുഗ്രഹമാക്കി മാറ്റാനുള്ള ശേഷി ഈ മക്കളുടെ മേൽ വരട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. പിശാച് കൊണ്ടുവരുന്ന രോഗങ്ങൾ സൗഖ്യമാകും. വേദനകൾ വിട്ടുമാറ്, അനീതികൾ വിട്ടുമാറ്. ഞങ്ങൾ അതിനോട് എതിർക്കുന്നു, സഭയായിട്ട് ഞങ്ങൾ എതിർക്കുന്നു. അപ്പോൾ തന്നെ അങ്ങ് അനുവദിക്കുന്നതിലൂടെ കയറിയിറങ്ങി അതിശക്തരും ശോഭയുള്ളവരുമായി ഓരോരുത്തരും തീരണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ,
ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ദൂതുകളായി കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. മറ്റുള്ളവർക്കും ഈ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമായി ഞങ്ങൾക്കൊപ്പം നിങ്ങളുടെ കൂട്ടായ്മ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ മീറ്റിംഗ് എന്നും മുന്നോട്ട് ജയകരമായി കൊണ്ടുപോകാൻ ഭാരിച്ച സാമ്പത്തിക ചെലവുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക കൈത്താങ്ങൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഗോഡ് ബ്ലെസ് യു. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥന സൂമിലൂടെയുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാൻ കഴിയും. കടന്നു വരിക. നമുക്ക് 7 തൊട്ട് 9 മണി വരെയുള്ള സമയങ്ങളിൽ കൂടുതൽ വചനങ്ങൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കഴിയും. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കർത്താവിൻ്റെ വരവ് വരെ ഒറ്റ ഹൃദയത്തോടെ നിൽക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം. ആമേൻ.